ഹലോ, എന്തേ? നാളെ രാവിലെ എന്താണ് നാളെ രാവിലെ എന്താണ്? മേഴ്സി ഹോസ്പിറ്റല്. മേഴ്സി ഹോസ്പിറ്റലിൽ എന്താണ് പരിപാടി? എടാ, ഓൾക്ക് മോർണിംഗ് ഡ്യൂട്ടിയാണ്. മേഴ്സി ഹോസ്പിറ്റലിൽ എത്ര മണിക്കാ? 10 മണിക്ക്. ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ ഒരു 100 രൂപേൻ്റെ പെട്രോൾ വാങ്ങിയിട്ട് ആ വൈറ്റ് ഷർട്ടിൽ പ്രിൻ്റുള്ള അത് കൊടുത്തിട്ട് പോയാ. നാളെ ഇപ്പോൾ മേഴ്സി സെറ്റ്. ഓക്കെ, സെറ്റ്. ഓക്കെ. ഒരു ഒപ്പി പേര് ശ്യാം കൃഷ്ണ, വയസ്സ് 25. സിസ്റ്ററെ, എനിക്കാണ് ഒപ്പി. പേര് അജിത്ത്. അപ്പൊ ഇയാള് പറഞ്ഞതോ? എൻ്റെ പേര് ശ്യാംകൃഷ്ണ, വയസ്സ് 25. എനിക്കെന്താ പിന്നെ നേരത്തെ പറഞ്ഞത്? സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം വെച്ചൊക്കെ. ഓക്കെ. ഡോക്ടർ, സിസ്റ്റർ, ഡോക്ടർ എവിടെയാ? നേരെ പോയിട്ട് ലെഫ്റ്റ്. ഓക്കെ, താങ്ക്സ്. ബാഡാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എൻ്റെ നീ കാര്യത്തിലൊന്നും ഇനി അവനെ ഇല്ല. ഈ വിളിച്ച് പത്ത് നോക്കി നോക്കാൻ ഇതിൻ്റെ പിന്നാലെ വരാനൊക്കെ ഉണ്ടായിരുന്നു. അവനിപ്പോ വിളിച്ചാലും രണ്ട് മക്കൾ അവിടെ ഉണ്ടെങ്കിൽ നേരെ തിരിഞ്ഞു നോക്കാണ്ട് നടന്നു. ഓ നോക്കാം. പിന്നെ അല്ല, മനയ്ക്ക് ജോലി എടുക്കാൻ ഹലോ, സമ്മതിക്കില്ല. മനസ്സിലായ? ഇല്ല. മനസ്സിലായില്ല? ഉം. ഇപ്പൊ മനസ്സിലായ? ഇല്ല. ഡോക്ടർ, അതെ, ബൈക്കൊന്ന് സ്കിഡായി. നിനക്കൊന്നും പറ്റില്ല. പക്ഷെ എനിക്ക് ഇവിടെ കുറച്ച് വേദന എൻ്റെ മോനെ. ഈ ഭാഗത്തായിട്ട്. സാർ, ഇത് സീരിയസ് ആവോ? വളർത്തിയല്ലോ. ഓക്കെ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ സ്കാനിങ്ങിന് എഴുതിയിട്ടുണ്ട്, സിസ്റ്ററിൻ്റെ കൂടെ പോയാൽ മതി. സ്കാനിങ് കഴിഞ്ഞ ഒരു അരമണിക്കൂർ ഒബ്സർവേഷനിലിരിക്കും. ഓക്കെ. റിസൾട്ട് വന്ന് നോക്കിയിട്ട് നോക്കാം. ഓക്കെ. പാട്ട് കേട്ടിരുന്നു. എന്നോട് അപ്പളെ പറഞ്ഞാണ് ഞാനാണെങ്കിൽ അപ്പളെങ്കിലും വാങ്ങാൻ. പ്രേമം കൊണ്ട് ഹോസ്പിറ്റലിൽ കയറി ജയിലിൽ കയറിയ മാതിരിയായിപ്പോ. സിസ്റ്റർ റിപ്പോർട്ട് കൊടുത്തേക്കട്ടോ, ഇവർക്ക് പോവാം. സ്കാൻ്റെ റിപ്പോർട്ട് ഞാൻ കണ്ടിരുന്നു. കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുഴപ്പമൊന്നുമില്ലേ? ഇല്ലടോ ഡോക്ടറെ, പക്ഷെ എനിക്ക് ഇപ്പോഴും വേദനിക്കുന്നുണ്ട് ഇവിടെ. സ്കാനിങ് റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല. അല്ല, ശരിക്കും വേദനിക്കുന്നുണ്ട്. ഇല്ലടോ, അതൊക്കെ തൻ്റെ തോന്നലാടോ. സിസ്റ്ററെ, ഒരു മിനിറ്റ്. എനിക്കിപ്പോഴും നല്ല വേദനയുണ്ട്. നല്ല വേദനയുണ്ടോ? നല്ല വേദനയുണ്ട്. നിന്റെ വേദനയൊക്കെ എനിക്ക് മനസ്സിലായി. എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവിടെ കറങ്ങി നടക്കുന്നെങ്കിൽ പുറത്തുനിന്നായാലും കാണാം. കാണാല്ലേ? ഓക്കേ. കനവേ കനവേ നീവാൻമൊഴി മഴയേ വാ അരികെ അരികെ പതിയെ നീ നിനവേ നീ എൻ്റെ എന്നുമില്ലേ പാടുന്നു ഈ നെഞ്ചമിന്നുമല്ലേ നീയാകുമെൻ്റെ ലോകം കാണുന്നു
എടോ ആ തനിക്കേ ആ പണ്ട് റിലേഷൻ വല്ലതും ഉണ്ടായിരുന്നു? പക്ഷേ ഇല്ലേ, ഐ ഹാഡ് എ ക്രഷ്. ആണോ? ആ എന്നിട്ട്? പക്ഷെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോ എന്റെ ക്ലാസ്സിൽ, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നേ. പക്ഷേ ഞാൻ 3ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴത്തേക്കും അച്ഛന് സ്ഥലം മാറ്റം കിട്ടി. അപ്പോ നമ്മളിങ്ങ് പോന്നല്ലേ. പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. ഇപ്പൊ എവിടെയാണോ എന്തോ. ഓ, അവൻ ബിടെക് ഒക്കെ കഴിഞ്ഞ് സപ്ലിയൊക്കെ അടിച്ച് ഏതോ നേഴ്സിന് സെറ്റാക്കിയതാണ് ഞാൻ പറഞ്ഞു കേട്ട്. നിനക്കെങ്ങനെ അറിയാം? പറ. നീ